ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് ഇപ്പോൾ എൻ്റെ മൊബൈൽ ഫോണിനകത്ത് സ്ക്രീനിൽ ഇതുപോലെ റെഡ് മാർക്ക് കാണാൻ സാധിക്കും. ഈ നമ്മളിങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ റെഡ് പോയിൻ്റ് എൻ്റെ ഫോണിനകത്ത് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് കാണാൻ സാധിക്കും. ഇത്തരത്തിലൊരു റെഡ് പോയിൻ്റ് ഇതെന്താണെന്ന് ചില ആളുകളൊക്കെ കമൻറ്റ് ബോക്സ് ചോദിക്കാറുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ റെഡ് പോയിൻ്റ് എന്താണ്, ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. കാരണം നിങ്ങളൊക്കെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ പലതും സേവ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഈ ഡോട്ട് എവിടെയെങ്കിലും നിങ്ങളുടെ ഫോണിനകത്ത് എവിടെയെങ്കിലും കിടന്നാലും നിങ്ങൾക്ക് ഇതിനകത്തൊരു ശല്യമില്ല, വളരെ ഈസി ആയിട്ട് അത് ഉപയോഗിക്കാൻ സാധിക്കും. എനിക്ക് ഏറ്റവും ഉപകാരമുള്ളൊരു ഫീച്ചറാണിത്. ഞാൻ ഒരുപാട് കാലമായിട്ട് ഇത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഈ ഡോട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ആ ഡോട്ടിലൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതിനകത്ത് കാണാൻ സാധിക്കും എൻ്റെ ലിങ്കുകൾ, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ലിങ്ക്, ഫേസ്ബുക്ക്, മൊബൈൽ നമ്പർ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസുകൾ തുടങ്ങിയിട്ട് എല്ലാ ഡീറ്റെയിൽസുകളും എനിക്ക് ഓരോ ദിവസവും എല്ലാ സമയത്തും ആവശ്യമുള്ളതോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആവശ്യമുള്ളതോ ആയ കാര്യങ്ങൾ ഇതിനകത്ത് സേവ്ഡാണ്. മാത്രമല്ല ഇടത് ഭാഗത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓരോ അഡ്രസ്സുകൾ, അതുപോലെ ലിങ്കുകൾ, ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത്. നമ്മളിതിൽ ഏതെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തതൊന്ന് ഓപ്പൺ ചെയ്യുക. ഞാൻ എഡിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്രയും ഒരുപാട് ടെക്സ്റ്റ് മെസ്സേജിനകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കും. നമുക്ക് വലിയൊരു സ്റ്റോറിയൊക്കെ ഇത്തരത്തിൽ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും. കോൺടാക്റ്റുകൾ, മൊബൈൽ നമ്പറുകളൊക്കെ ഇവിടെ ഉണ്ടാവും. ആവശ്യമില്ലെങ്കിൽ ഇത് ജസ്റ്റ് വലതുഭാഗത്തേക്ക് അരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇടതു ഭാഗത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകമുള്ള നോട്ടുകൾ സേവ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇടതു ഭാഗത്തേക്ക് വലതുഭാഗത്ത് നമ്മൾ കോപ്പി ചെയ്യുന്ന മെസ്സേജുകൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കോപ്പിയാകും. ആവശ്യമില്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. വലതുഭാഗത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമുള്ളത് നമുക്ക് ഇത്തരത്തിൽ സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇത് സേവ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഡിലീറ്റ് ആയി പോകുള്ളൂ. സേവ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കാണുന്ന ഈ മെസ്സേജിൽ നമ്മൾ കോപ്പി ചെയ്ത മെസ്സേജിൽ എവിടെയെങ്കിലും വലതുഭാഗത്തുള്ള അരോ മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാം മൂവ് എന്നുള്ളൊരു ഓപ്ഷൻ. ഇത് ക്ലിക്ക് ചെയ്ത് നേരെ ആ ഒരു മെസ്സേജ് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. ഈ ഒരു ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് പെർമിഷൻസ് കൊടുക്കാനുണ്ടാവും. ആ പെർമിഷൻസ് കൊടുത്ത് നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് ഇടത് ഭാഗത്ത് നമ്മൾ ഈ സേവ് ചെയ്ത് വെക്കുന്ന ഭാഗത്ത് ഇവിടെ ഒരു താഴെ പ്ലസ് ബട്ടൺ കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് ഇതുപോലെ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ വലത് ഭാഗത്തുള്ള സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഇതങ്ങ് സേവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇനി സേവ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കോപ്പി ചെയ്യുന്ന മെസ്സേജുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ ഗൂഗിളിൽ നിന്നൊരു മെസ്സേജ് ജസ്റ്റ് കാണിച്ചു തന്നതിന് വേണ്ടി ഈ ഒരു ഹെഡ്ലൈൻ ഞാൻ കോപ്പി ചെയ്യുകയാണ്. ജസ്റ്റ് കോപ്പി ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ആ ഒരു ഡോട്ട് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഇവിടെ കാണാൻ സാധിക്കും കോപ്പി ചെയ്ത മെസ്സേജ് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് വലതു ഭാഗത്തുള്ള ഈ മിനിമൈസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മിനിമൈസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങ് ഓഫാകുകയും ആവശ്യമാകുന്ന സമയത്ത് ഈ ഡോട്ട് ഇവിടെ കാണും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഇൻറ്റു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഇൻറ്റു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആകും. വീണ്ടും ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ആപ്പ് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി, ഇത് ഓപ്പൺ ആകുകയും ചെയ്യും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, ഇതങ്ങനെ ഓപ്പൺ ആകുകയും ചെയ്യും. ഇതിനകത്ത് ഇവിടെ താഴെ ഭാഗത്ത് സെറ്റിങ്സിൻ്റെ ഐക്കൺ ഉണ്ട്, കാണാൻ സാധിക്കും 3 ഓപ്ഷൻ. ഇവിടെ ഇൻറ്റു ബട്ടൺ, ഡിലീറ്റ് ബട്ടൺ, സെറ്റിങ്സിൻ്റെ ഐക്കൺ, അതുപോലെ തന്നെ മിനിമൈസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഞാനിവിടെ സെറ്റിങ്സ് ഭാഗത്തേക്ക് ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ കാണാം നോട്ടിഫിക്കേഷൻസ്. നമുക്ക് വരുന്ന മെസ്സേജുകൾ കോപ്പി ചെയ്യുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനുള്ളത് മെസ്സേജ് കോപ്പി ചെയ്യുമ്പോൾ തന്നെ അതിലേക്ക് പേസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് കോപ്പി ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക് മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ നമ്പർ ലൈൻ, ഇപ്പോൾ 3 ലൈൻ വെച്ചിട്ടാണ് ഇവിടെ കാണുന്നത്. ഞാനിവിടെ ഓൾ എന്നുള്ളിടത്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ സേവ് ചെയ്ത മെസ്സേജ് മുഴുവനായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും മെസ്സേജ് മുഴുവനായിട്ട് കാണാൻ സാധിക്കും. അതാണ് ഇതിനകത്തുള്ള ഒരു കാര്യം. അപ്പോൾ ഇതിൻ്റെ ഐക്കൺ, ഈ ഒരു ബോക്സ് നമുക്ക് റൈറ്റ് സൈഡിൽ വേണോ ലെഫ്റ്റ് സൈഡിൽ വേണോ എന്നുള്ളതാണ്. ഡിസ്പ്ലേ പൊസിഷൻ ഞാനൊരു റൈറ്റ് സൈഡിലാണ് വെച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഇത് ഇടത് ഭാഗത്തേക്ക് പോകും. ഇവിടെ ഓട്ടോ ഡിലീറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഓട്ടോ ഡിലീറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ഡോണ്ട് ഡിലീറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആകില്ല. ഡിലീറ്റ് ചെയ്താൽ മാത്രമേ ഡിലീറ്റ് ആവുള്ളൂ. അതുപോലെ തന്നെ തീം കളർ ചെയ്യാനുള്ള ഓപ്ഷൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് ലഭ്യമാണ്. ഈ ഒരു ആപ്പ് എങ്ങനെ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ കാണിച്ചു തരാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക, ക്ലിപ്പ് ബോർഡ് എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്ലിപ്പ് ബോർഡ് എന്നുള്ളത് ഇതിൽ ഒരുപാട് ആപ്പുകൾ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഉപയോഗിക്കുന്ന ആപ്പ് ഇതാണ്, ക്ലിപ്പ് ബോർഡ് പ്രോ എന്നുള്ള ഈ ഒരു ആപ്പാണ്. ഇതിൻ്റെ ഫ്രീ വേർഷനുണ്ട്, പ്രീമിയം വേർഷനുണ്ട്. അതായത് പണം കൊടുത്ത് വാങ്ങുന്നതുകൊണ്ട് ഫ്രീ ആയി കിട്ടുന്നുണ്ട്. ഫ്രീ ആയി കിട്ടുകയാണെങ്കിൽ കുറച്ച് പരിമിതികളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ആപ്പ് ഉപയോഗിക്കാൻ സാധിക്കും. ഉപയോഗിച്ച് നോക്കുക. ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഒരുപാട് ഉപകാരം എനിക്കുള്ള ഒരു ഫീച്ചറാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.